അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇക്ര ഓൺലൈൻ സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2024 ഏപ്രിൽ നടന്ന LPSA അറബിക് ചോദ്യപേപ്പറിൽ നിന്നുള്ള അറബിക് പെഡഗോഗി ചോദ്യങ്ങളാണ്. ഏകദേശം ഈ ഒരു ക്വസ്റ്റ്യനിൽ 20ഓളം അറബിക് പെഡഗോഗി ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓരോ ചോദ്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാം. കോഡ് എ ചോദ്യപേപ്പറിൽ നിന്നാണ് ഞാൻ ചോദ്യങ്ങൾ വായിക്കുന്നത്. ഓക്കെ, 61ാമത്തെ ചോദ്യം മുതലാണ് ഇവിടെ അറബിക് പെഡഗോഗി ചോദ്യങ്ങൾ ആരംഭിക്കുന്നത്. മിൻ അസ്ഹാബി അൻ നളീരിയത്തി സുലൂക്കിയ. നളീരിയത്ത് സുലൂക്കിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഹേവിയറിസം, ചേഷ്ടാവാദം എന്ന് പറയാം. ബിഹേവിയറിസത്തിൻ്റെ അസ്ഹാബിങ്ങളിൽ പെട്ടത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഗുട്ടൻബർഗ്, ഓപ്ഷൻ ബി പാവ്ലോ, ഓപ്ഷൻ സി അരിസ്റ്റോ, ഓപ്ഷൻ ഡി മൗലാന മുഹമ്മദ് അലി. ഈ ഓപ്ഷൻ തന്നെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിലെ 3 ഓപ്ഷനുകളും ജസ്റ്റ് ഒരു ഓപ്ഷന് വേണ്ടി അവർ കൊടുത്തതാണ്. ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ആളുകളാണ്. ഓക്കെ, ഇതിലേതാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്? ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ബിഹേവിയറിസത്തിൻ്റെ ആളായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഓപ്ഷൻ ബി പാവ്ലോ ആണ്. ഓക്കെ, ബിഹേവിയറിസത്തിൻ്റെ ആളുകളെ കുറിച്ചല്ല, നമ്മൾ ആരെല്ലാമാണ് ബിഹേവിയറിസ്റ്റ് സിദ്ധാന്തത്തിൻ്റെ ആളുകൾ എന്ന് മനസ്സിലാക്കി വെച്ചെങ്കിലേ ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം എഴുതുവാൻ സാധിക്കുള്ളൂ. നമുക്കറിയാം ടോണ്ടേക്ക്, ജോൺ വാട്സൺ, പാവ്ലോ, സ്കിന്നർ, തോർമാൻ, ഇവരെല്ലാം തന്നെ ബിഹേവിയറിസത്തിൻ്റെ ആളുകളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അയ്യു വാഹിദി മിനൽ ആത്തിയ യഅതി ഫി ത്വരീഖത്തി തർജുമ ഫി തജ്രീസി ലുഗത്തിൽ അറബിയ. എന്താണ് ത്വരീഖത്തു തർജുമ? ട്രാൻസ്ലേഷൻ മെത്തേഡ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ അറബി ഭാഷ പഠിപ്പിക്കുന്നതിൽ ട്രാൻസ്ലേഷൻ മെത്തേഡിൽ വരുന്നത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ട്രാൻസ്ലേഷൻ മെത്തേഡുമായി യോജിച്ച് വരുന്നത് ഏതാണ് എന്നാണ് നാം കണ്ടെത്തേണ്ടത്. ഒന്നാമത്തെ ഓപ്ഷൻ തുഖദ്ദിമു ദുറൂസ് ബി അൽഫാലിൻ സഹില ഫിൽ അറബിയ. ബി അൽഫാലിൻ സഹില, ഈസി പദങ്ങൾ അല്ലേ? അപ്പോൾ അറബി ഭാഷയിലെ ഈസിയായ പദങ്ങൾ പറഞ്ഞു കൊടുത്ത് പാഠം അവതരിപ്പിക്കുക. ഏത് ഭാഷയിൽ? അറബിയിൽ തന്നെ അല്ലേ? തുഖദ്ദിമു ദുറൂസ് ബി അൽഫാലിൻ സഹില ഫിൽ അറബിയ. അപ്പോൾ അറബി ഭാഷയിലെ ഈസി ആയിട്ടുള്ള പദങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് പാഠഭാഗം അവതരിപ്പിക്കുക. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. ഹസ്സു തുല്ലാബ് അലൽ ഖിറാഅത്തിൽ ഹുറ. ഹസ്സു തുല്ലാബ്, കുട്ടികളെ പ്രേരിപ്പിക്കുക. അല ഖിറാഅത്തിൽ ഹുറ എന്ന് പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ വായിക്കാൻ, എക്സ്റ്റെൻസീവായി റീഡ് ചെയ്യാൻ കുട്ടികൾ എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക. ഓപ്ഷൻ സി ബയാന് മുഷ്കിലത്തു ദർസ് വഹല്ലിഹ. പാഠഭാഗത്തെ പ്രോബ്ലങ്ങൾ വ്യക്തമാക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുക. പാഠഭാഗത്ത് വരുന്ന പ്രോബ്ലംസിനെ വ്യക്തമാക്കി കൊടുക്കുക, അത് അവർക്ക് എന്ത് ചെയ്യുക? അതിനുള്ള പരിഹാരം നൽകുകയും ചെയ്യുക. ഓപ്ഷൻ ഡി തുഖദ്ദിമു ദുറൂസ് ബിൽ ലുഗത്തിൽ ഉമ്മ് മഅ ഇസ്തിമാലിൻ ഖലീലിൻ ലിൽ ലുഗത്തിൽ ഹദഫ്. തുഖദ്ദിമു ദുറൂസ്, പാഠം അവതരിപ്പിക്കുന്നു ബിൽ ലുഗത്തിൽ ഉമ്മി, മാതൃഭാഷയിൽ. മഅ ഇസ്തിമാലി ഖലീലിൻ ലിൽ ലുഗത്തിൽ ഹദഫ്, നാം ലക്ഷ്യമാക്കുന്ന ഭാഷ കുറച്ച് മാത്രം ഉപയോഗിക്കുക. നമ്മൾ ലക്ഷ്യമാക്കുന്ന ഭാഷ ഏതാണ്? അറബി ഭാഷയാണ്. അപ്പോൾ അറബി ഭാഷ വളരെ കുറച്ച് ഉപയോഗിച്ച് കൊണ്ട് മാതൃഭാഷയിൽ പാഠഭാഗങ്ങൾ അവതരിപ്പിക്കുക. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ഇവിടെ ട്രാൻസ്ലേഷൻ മെത്തേഡുമായിട്ട് യോജിച്ച് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. മാതൃഭാഷയിൽ പാഠഭാഗങ്ങൾ അവതരിപ്പിക്കുകയും നാം ലക്ഷ്യമാക്കുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിലുള്ള പ്രയോഗങ്ങൾ കുറവ് വരുത്തുകയും ചെയ്യുക. ഇതാണ് ഇവിടെ ട്രാൻസ്ലേഷൻ മെത്തേഡിന് ഉദാഹരണമായി പറയാവുന്ന ഓപ്ഷൻ. 63ാമത്തെ ക്വസ്റ്റ്യൻ. ഹുവൽ ഖുദ്റത്തു അല توظيف المهارات اللفظية واللغوية والصوتية ومهارات الفصاحة للتواصل مع الآخرين سواء على مستوى
ഇസ്തിആബ് ഔ തഅബീർ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹുവൽ ഖുദ്റ, ഇതൊരു സ്കില്ലാണ്. നമ്മുടെ ഭാഷാ സ്കില്ലുമായി ബന്ധപ്പെട്ട് നാം പഠിച്ചതിൻ്റെ ഒരു തരീഫാണ്, ഒന്നിൻ്റെ തരീഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ചോദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഹുവൽ ഖുദ്റ, അതൊരു സ്കില്ലാണ്. എന്തിന്? അലാ തൗലീഫി അൽ മഹാറാത്തിൽ ലഫ്ലിയ, നമുക്ക് വെർബലായിട്ടുള്ള സ്കില്ല് കരസ്ഥമാക്കാൻ, വല്ലുഗവിയ, ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള സ്കില്ല് കരസ്ഥമാക്കാൻ, വസൗത്തിയ, വോക്കലായിട്ടുള്ള, അതായത് ശബ്ദപരമായിട്ടുള്ള സ്കില്ല് കരസ്ഥമാക്കുവാൻ, വ മഹാറാത്തിൽ ഫസാഹ ലിത്തവാസുലി മഅൽ ആഖരീൻ, മറ്റുള്ളവരുമായി കൊണ്ട് നല്ല വാക്ക് ചാതുര്യത്തോടുകൂടെ സംസാരിക്കാനുള്ള സ്കില്ല്, ഇതൊക്കെ നേടിയെടുക്കാനുള്ള ഒരു സ്കില്ലാണ് ഇത്. സവാഅൻ അല മുസ്തവൽ ഇസ്തിആബ് ഔ തഅബീർ, അത് കോംപ്രിഹെൻസീവ് രൂപത്തിലാവട്ടെ അല്ലെങ്കിൽ എക്സ്പ്രഷൻ രൂപത്തിലാവട്ടെ, എങ്ങനെയാണെങ്കിലും ഇത്തരം സ്കില്ലുകൾ നേടിയെടുക്കാനുള്ള ഒരു സ്കില്ലിന് പറയുന്ന പേരാണ് ഇത്. ഏത് സ്കില്ലുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ എ അൽ ഇസ്തിമാ, ഓപ്ഷൻ ബി അൽ ഖിറാഅ, ഓപ്ഷൻ സി അൽ തഹദുസ്, ഓപ്ഷൻ ഡി അൽ കിതാബ. ഏതാണ് കറക്റ്റ് ആൻസർ? ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഉത്തരത്തിലേക്ക് എത്തുവാൻ പറ്റും. കാരണം ഇവിടെ എന്താണ്? പദപരമായിട്ടുള്ള, ഭാഷാപരമായിട്ടുള്ള, ശബ്ദപരമായിട്ടുള്ള, അതുപോലെ തന്നെ മറ്റുള്ളവരോട് നല്ല വാക്ക് ചാതുര്യത്തോടുകൂടെ സംസാരിക്കാനൊക്കെയുള്ള സ്കില്ല്, ആ സ്കില്ലിന് പറയുന്ന പേരാണ് സ്പീക്കിംഗ്, അല്ലേ? ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ലൈസ മിൻ ജവ്വി തദ്രീസ്, എന്താണ് ലൈസ മിൻ ജവ്വി തദ്രീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജവ്വു തദ്രീസ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് എൻവിയോൺമെൻറ്റ്. അപ്പോൾ ലേണിംഗ് എൻവിയോൺമെൻറ്റിൽ പെടാത്തത് ഏതാണ്? പഠനവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു അന്തരീക്ഷത്തോട് യോജിച്ച് വരാത്തത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അൽ ഇഷ്തിറാഖ് ഫിൽ ഇൽറാബ്. എന്താണ് ഇഷ്തിറാഖ് ഫിൽ ഇൽറാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പാർട്ടിസിപ്പേറ്റ് ഇൻ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ സമരത്തിൽ പങ്കെടുക്കുക. ഓപ്ഷൻ ബി തഅലീമുൽ ജമാഇ. തഅലീമുൽ ജമാഇ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ലേണിംഗ്. ഓപ്ഷൻ സി തഅല്ലുമു തആവുനി, കോഓപ്പറേറ്റീവ് ലേണിംഗ്. ഓപ്ഷൻ ഡി തഅല്ലുമു തശാറുക്കി, കൊളോബറേറ്റീവ് ലേണിംഗ്. അപ്പോൾ ഇതിൽ പഠനാന്തരീക്ഷവുമായി യോജിച്ച് വരാത്തത് വളരെ സിമ്പിളാണ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണല്ലേ. അതായത് അൽ ഇഷ്തിറാഖ് ഫിൽ ഇൽറാബ്, പാർട്ടിസിപ്പേറ്റ് ഇൻ സ്ട്രൈക്ക്, സമരത്തിലൊക്കെ പങ്കെടുക്കുക എന്നുള്ളത് പഠനവുമായിട്ട് യോജിച്ച് വരാത്തതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മിൻ ഖുത്വാത്തി ഇഅദാദു ഖുത്തത്തു ദർസുൽ യൗമി. എന്താണ് ഖുത്തത്തു ദർസുൽ യൗമി എന്ന് പറഞ്ഞാൽ? ലെസൺ പ്ലാൻ എന്നാണ്, അല്ലേ? നമ്മൾ ഓരോ ദിവസവും ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന ലെസൺ പ്ലാൻ. അപ്പോൾ ഈ ഖുത്തത്തു ദർസുൽ യൗമി തയ്യാറാക്കാൻ വേണ്ടി ഉള്ള സ്റ്റെപ്പുകൾ എന്തെല്ലാമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിൻ ഖുത്വാത്തി അൽ ഇദാദ് ഖുത്തത്തു ദർസുൽ യൗമി, ലെസൺ പ്ലാൻ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നാം സ്വീകരിക്കേണ്ട സ്റ്റെപ്പുകൾ എന്തെല്ലാമാണ്? നമുക്ക് ഓപ്ഷനുകൾ വായിക്കാം. ഓപ്ഷൻ എ ഖിറാഅത്തുൽ മൗലൂ അൽ മുറാദു തദ്രീസിഹി, താൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ത് ചെയ്യുക? വായിക്കുക എന്നുള്ളതാണ്. ഒരു അധ്യാപകന് താൻ എന്താണോ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ആ സബ്ജക്റ്റ് എന്ത് ചെയ്തിരിക്കണം? വായിച്ചിരിക്കണം. ഓപ്ഷൻ ബി സിയാഗത്തുൽ അഹ്ദാഫ് സുലൂക്കിയ ബിശക്കിലിൻ ദക്കീക്കിൻ എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ നാം ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന ബിഹേവിയറൽ ഒബ്ജക്റ്റീവ്സ് സസൂക്ഷ്മം എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്യുക. ഈ പാഠഭാഗത്ത് നിന്ന് കുട്ടികൾക്ക് ലഭിക്കേണ്ട ഒരു ഒബ്ജക്റ്റ് ഉണ്ടാകും. ഇന്ന കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഈ പാഠഭാഗം കഴിയുമ്പോഴേക്കും ലഭിച്ചിരിക്കണം. ഇത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? സെറ്റ് ചെയ്തിരിക്കണം. ഓപ്ഷൻ സി ഇഅദാദ് അൽ മവാദ് വൽ വസാഇൽ തഅലീമിയ അൽ മുനാസിബ, യോജിച്ച രീതിയിൽ ലേണിംഗ് എയ്ഡ്സ് എന്ത് ചെയ്യുക? തയ്യാറാക്കുക. പാഠഭാഗത്തിനോട് യോജിക്കുന്ന, കുട്ടികൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാൻ ഉതകുന്ന തരത്തിൽ
അനുയോജ്യമായ ടീച്ചിങ് എയ്ഡുകൾ എന്ത് ചെയ്യുക, തയ്യാറാക്കുക. ഓപ്ഷൻ ഡി കുല്ലുമ സബക സ്വഹീഹുൻ, മുകളിൽ പറഞ്ഞതെല്ലാം ശരിയാണ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണല്ലേ. ഈ 3 കാര്യങ്ങളും ഒരു ലെസൺ പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കിതാബുൻ യുബയ്യിനു ഫീഹി ഖുത്തത്തു തഹ്ലീലിൽ അമലിയത്തി ദിറാസിയ. കിതാബുൻ ഒരു ബുക്കിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. യുബയ്യിനു ഫീഹി ആ ബുക്കിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ത്? ഖുത്തത്തു തഹ്ലീലിൽ അമലിയത്തി ദിറാസിയ, പഠന പ്രവർത്തനങ്ങൾ അനാലിസ് ചെയ്യുന്ന പ്ലാൻ. പഠന പ്രവർത്തനങ്ങൾ അനാലിസ് ചെയ്യുന്ന പ്ലാനുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ബുക്കിൽ അടങ്ങിയിട്ടുണ്ട്. അത്തരം ഒരു ബുക്കിന് പറയുന്ന പേര് എന്താണ്? ഓപ്ഷൻ എ കിതാബുൽ മുദരിസ്, അധ്യാപകൻ്റെ ബുക്ക്. ഓപ്ഷൻ ബി കിതാബു ദാരിസ്, ടെക്സ്റ്റ് ബുക്ക്, വിദ്യാർത്ഥിയുടെ ബുക്ക്. ഓപ്ഷൻ സി കിതാബു നഹ്വ്, ഗ്രാമർ ബുക്ക്. ഓപ്ഷൻ ഡി കിതാബു സർഫ്, മോർഫോളജിയുടെ ബുക്ക്. ഏതാണ് കറക്റ്റ് ആൻസർ? പഠന പ്രവർത്തനങ്ങൾ അനാലിസ് ചെയ്യുന്ന പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് എവിടെയാണ്? ടെക്സ്റ്റ് ബുക്കിലല്ല, പിന്നെ എവിടെയാണ്? അധ്യാപകൻ്റെ ബുക്കിലാണ് അല്ലേ, ഹാൻഡ് ബുക്കിലെ. അധ്യാപകൻ്റെ ഹാൻഡ് ബുക്കിലാണ് ഇത്തരം കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മിൻ മഷ്റൂആത്തിൻ ഇസ്തിംതാഇയ്യത്തിൻ ഫി തദ്രീസ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു പ്രൊജക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. പഠനത്തിലെ എൻജോയിങ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ഏതാണ്? നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ടല്ലേ, അതിൽ എൻജോയിങ് ആയിട്ടുള്ള, കുട്ടികൾക്ക് എല്ലാവർക്കും ആസ്വാദനം കിട്ടുന്ന ഒരു പ്രോഗ്രാം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷനുകൾ വായിച്ചു നോക്കാം. സിനാഅത്ത് സോബൂൻ, സോപ്പ് നിർമ്മാണം. ഓപ്ഷൻ ബി തർബിയത്തുൽ അസ്മാക്, മത്സ്യങ്ങളെ എന്ത് ചെയ്യുക, പരിപാലിക്കുക. ഓപ്ഷൻ സി റിഹിലാത്തു തഅലീമിയ, സ്റ്റഡി ടൂർസ്. ഓപ്ഷൻ ഡി ഇൽതിജാഉ ഫിസ്സഫ്, ക്ലാസ്സിൽ ഉറങ്ങുക, ക്ലാസ്സിൽ ഇങ്ങനെ കിടക്കുക. ഏതാണ് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ആസ്വാദനം ലഭിക്കുന്ന പ്രൊജക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുക? ഓപ്ഷൻ സി ആണല്ലേ, റിഹിലാത്തു തഅലീമിയ, സ്റ്റഡി ടൂർസ്. സ്കൂളിൽ നിന്ന് പോകുന്ന സ്റ്റഡി ടൂറുകൾ എന്ത് ചെയ്യുന്നു? കുട്ടികൾക്ക് എല്ലാവർക്കും ഒരേപോലെ ആസ്വാദനമുണ്ടാക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലൈസ മിൻ അത്വാരിൽ ഖിറാഅ. ലൈസ മിൻ അത്വാരിൽ ഖിറാഅ, റീഡിങ്ങിൻ്റെ ഘട്ടങ്ങളിൽ പെടാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ റീഡിങ്ങിൻ്റെ ഘട്ടങ്ങളാണ് 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അൽ ഖിറാഅത്തുൽ മുവജ്ജഹ. എന്താണ് അൽ ഖിറാഅത്തുൽ മുവജ്ജഹ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗൈഡഡ് റീഡിംഗ്. അതെന്താണെന്ന് പിന്നീട് ഞാൻ വിശദീകരിക്കാം. ഓപ്ഷൻ ബി അൽ ഖിറാഅത്തു തശാറുക്കിയ, കൊളോബറേറ്റീവ് റീഡിംഗ്. ഓപ്ഷൻ സി അൽ ഖിറാഅത്തു സഖാലിയ, സ്കഫോൾഡ് റീഡിംഗ്. ഓപ്ഷൻ ഡി അൽ ഖിറാഅത്തു റാഷിദ. ഏതാണ് കറക്റ്റ് ആൻസർ? ഇവിടെ വായനയുടെ ഘട്ടങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ ഡി എന്താണ്? അങ്ങനെ ഒരു വായന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു കിതാബിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും അല്ലേ? ആരുതാണ് ആ കിതാബ്? അതറിയുന്ന ആളുകൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ താഴെ എന്ത് ചെയ്യാം, പിന്നെ കമൻറ്റ് ചെയ്യുക. അത് വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു പണ്ഡിതൻ്റെ രചനയാണ് അൽ ഖിറാഅത്തു റാഷിദ. അതറിയുന്ന ആളുകൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ താഴെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, അൽ ഖിറാഅത്തു റാഷിദ. അത് റീഡിങ്ങിൻ്റെ ഘട്ടങ്ങളിൽ പെട്ടതല്ല. ഇനി അൽ ഖിറാഅത്തുൽ മുവജ്ജഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൈഡഡ് റീഡിംഗ്. ഈ ഗൈഡഡ് റീഡിംഗ് എന്ന് പറയുന്നത് ഹിയ അൽ ഖിറാഅ ഫർദിയ, അതൊരു ഇൻഡിവിജ്വൽ റീഡിംഗ് ആണ്. ഈ വായനയിൽ വിദ്യാർത്ഥി വായിക്കുന്ന സമയത്ത് അവന് മനസ്സിലാകുന്ന കാര്യങ്ങൾ, അവൻ ആ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അവൻ എന്ത് ചെയ്യുന്നു, ടിക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ അവന് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, അവനൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നു.
അതേപോലെ തന്നെ അവനെ സ്വാധീനിച്ച, അവനെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ വായിക്കുന്ന സമയത്ത് അവൻ ആശ്ചര്യചിഹ്നം ഇടുന്നു. ഇങ്ങനെ ഫർദിയായിട്ട് നടക്കുന്ന ഒരു റീഡിംഗ് ആണ് അൽ ഖിറാഅത്തുൽ മുവജ്ജഹ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അൽ ഖിറാഅത്തു തശാറുക്കിയ, കൊളോബറേറ്റീവ് റീഡിംഗ്. കൊളോബറേറ്റീവ് റീഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യുഷാത്തിറു ദാരിസൂന മആനി അൽ മുഫ്രദാത്ത് ഫിൽ ഫർഖി അസ്നാ അൽ ഖിറാഅ. പഠിതാക്കൾ വായിക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലായിട്ടുള്ള ആശയങ്ങൾ എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പിൽ പങ്കുവെക്കുന്നു. യുഷാത്തിറു ദാരിസൂന, പഠിതാക്കൾ എന്ത് ചെയ്യുന്നു, പങ്കുവെക്കുന്നു. മആനി അൽ മുഫ്രദാത്ത്, അവർ വായിച്ചതിൻ്റെ ആശയങ്ങൾ എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പിൽ അവരെന്ത് ചെയ്യുന്നു, പങ്കുവെക്കുന്നു. ഇത്തരം റീഡിങ്ങിനാണ് അൽ ഖിറാഅത്തു തശാറുക്കിയ, കൊളാബറേറ്റീവ് റീഡിംഗ് എന്ന് പറയുന്നത്. അൽ ഖിറാഅത്തു സഖാലിയ, സ്കഫോൾഡ് റീഡിംഗ്. സ്കഫോൾഡ് റീഡിംഗ് എന്ന് പറയാത്ത നമുക്കറിയാം, ഒരു കൈത്താങ്ങിലെ സ്കഫോൾഡ് പറഞ്ഞാൽ എന്താണ്, കൈത്താങ് കൊടുക്കലാണ് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ യുഷാത്തിറു ദാരിസൂന മഅൽ മുദരിസി മആനി അൽ കലിമാത്തിൽ അവീള, പഠിതാക്കൾക്ക് പ്രയാസമുള്ള, ഡിഫിക്കൽട്ടുള്ള കലിമാത്തുകളുടെ ആശയങ്ങൾ എന്തെല്ലാമാണ് എന്നെല്ലാം എന്ത് ചെയ്യുന്നു, അധ്യാപകനുമായിട്ട് എന്ത് ചെയ്യുന്നു, പങ്കുവെക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഉൻസുറുൻ ഹാമുൻ ഫിൽ അമലിയാത്തി തർബവിയ ലിമഅരിഫത്തി മദാരിക് തുല്ലാബ് വ തഹ്കീക്കിൽ അഹ്ദാഫ്. പഠന പ്രവർത്തനങ്ങളിൽ കുട്ടികൾ ലക്ഷ്യം എത്രത്തോളം സാക്ഷാത്കരിച്ചു എന്നറിയാനും കുട്ടികളുടെ ലെവൽ മനസ്സിലാക്കാനും സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇത്. ഓപ്ഷൻ എ അത്തഖ്വീം, ഇവാലുവേഷൻ. ഓപ്ഷൻ ബി അന്നഷീദ, സോങ്. ഓപ്ഷൻ സി അർഹിലാത്തുദ്ദിറാസിയ, സ്റ്റഡി ടൂർസ്. ഓപ്ഷൻ ഡി അത്തദ്രീബ് അല കസ്ബിൽ അമൽ, അതായത് ജോലി സമ്പാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണല്ലേ, അതായത് തക്വീം, ഇവാലുവേഷൻ, മൂല്യനിർണയമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലൈസ മിനൽ വസായിത്തിൽ ഇലാമിയ അൽ മുതനവ്വഅ. അൽ വസായിത്ത് അൽ ഇലാമിയ അൽ മുതനവ്വഅ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൾട്ടിമീഡിയ. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ മൾട്ടിമീഡിയയുമായിട്ട് യോജിച്ച് വരാത്തത് ഏതാണ്? വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ തിൽഫാസ്, ടെലിവിഷൻ, വീഡിയോ, റേഡിയോ, തൊബാഷീർ. തൊബാഷീർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോക്ക്. ഏതാണ് മൾട്ടിമീഡിയയുമായിട്ട് യോജിച്ച് വരാത്തത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. തൊബാഷീർ എന്നതാണ് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, തഖ്നിയത്തു അൽ മഅലൂമാത്തി തവാസുലിയ ഇബാറത്തുൻ അൻ. തഖ്നിയ അൽ മഅലൂമാത്തു തവാസുലിയ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇതിൻ്റെ എന്തിൻ്റെ അറബി വേർഡാണിത്? ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ അല്ലേ, ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അതിൻ്റെ അറബിക് വേർഡാണ് തഖ്നിയ അൽ മഅലൂമാത്തു തവാസുലിയ എന്നുള്ളത്. 82ാമത്തെ ക്വസ്റ്റ്യൻ, അത്തൗറുൽ അവൽ ഫി തദ്രീസിൽ മൻലൂം ഹുവ. അത്തൗറുൽ അവൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ്. എന്തിന്? ഫി തദ്രീസിൽ മൻലൂം, ഒരു പദ്യം പഠിപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ആദ്യ സ്റ്റെപ്പ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പദ്യം പഠിപ്പിക്കാൻ 2-3-4 സ്റ്റെപ്പുകൾ ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ ആദ്യ സ്റ്റെപ്പ് ഏതാണ് എന്ന് ചോദിച്ചത്. അപ്പോൾ അത്തരം സ്റ്റെപ്പുകളെ കുറിച്ചെല്ലാം കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാൻ സാധിക്കുകയുള്ളൂ. നമുക്കേതായാലും ഓപ്ഷനുകൾ വായിച്ച് നോക്കാം. ഓപ്ഷൻ എ, യുസ്മഉൽ മുദർരിസു ബിനഫ്സിഹി. യുസ്മഉൽ മുദർരിസു ബിനഫ്സിഹി എന്ന് പറഞ്ഞാൽ അധ്യാപകൻ സ്വയം കേൾപ്പിച്ച് കൊടുക്കുന്നു. അധ്യാപകൻ വളരെ മനോഹരമായിക്കൊണ്ട് പാടിക്കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുള്ള സിസ്റ്റം ഉപയോഗിച്ച് കൊണ്ട് എന്ത് ചെയ്യുന്നു, അധ്യാപകന് കുട്ടികളെ അത് കേൾപ്പിക്കുന്നു. ഓപ്ഷൻ ബി,
യസ്തമിഉൽ മുദർരിസു ബിനഫ്സിഹി, അധ്യാപകൻ സ്വയം അത് ശ്രദ്ധിച്ച് കേൾക്കുന്നു. ഓപ്ഷൻ സി യുസ്മഹു ദാരിസു ബിനഫ്സിഹി, പഠിതാക്കൾ എന്നെ സ്വയം എന്ത് ചെയ്യുന്നു, അത് പാടി, അങ്ങനെ പരസ്പരം എന്ത് ചെയ്യുന്നവർ അത് പാടിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, അത് കേൾക്കുന്നു. ഓപ്ഷൻ ഡി യുൻഷിദുഹു ദാരിസു ബിനഫ്സിഹി, പഠിതാക്കൾ എന്ത് ചെയ്യുന്നു, അത് സ്വയം പാടുന്നു. ഇതിലേതാണ് ഒരു പദ്യം പഠിപ്പിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത്? ഇത് ഹാൻഡ് ബുക്കിൽ വളരെ വിശദമായി കൊണ്ട് വന്നിട്ടുള്ള കാര്യമാണ്. യുസ്മഉൽ മുദർരിസു അൽ മൻലൂമ, അധ്യാപകൻ പദ്യത്തെ കേൾപ്പിക്കുന്നു, ബിലഹിനിൻ ബദീഇൻ, വളരെ മനോഹരമായ രാഗത്തിൽ, വദാലിക മുസ്തഖ്ദിമൻ അൽ ഖറസ്, അതൊന്നുകിൽ അദ്ദേഹം ഒരു ഡിസ്ക് ഉപയോഗിച്ച് കൊണ്ടോ ഔ യുൻഷിദു ബിനഫ്സിഹി, അല്ലെങ്കിൽ സ്വയം പാടിക്കൊണ്ടോ എന്ത് ചെയ്യുന്നു, ആദ്യം അദ്ദേഹം അത് കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം യസ്തമിഉ ദാരിസൂന ഇലൽ മൻലൂമി, ഈ സമയത്ത് എന്ത് ചെയ്യുന്നു, പഠിതാക്കൾ അധ്യാപകൻ പാടുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്നു. വയതദവഖൂനഹു, അവരതിനെന്ത് ചെയ്യുന്നു, ആസ്വദിക്കുകയും ചെയ്യുന്നു. പിന്നെ യുൻഷിദുൽ മുദർരിസു സത്റൻ മിനൽ മൻലൂമി, അധ്യാപകൻ ആ പദ്യത്തിൽ നിന്നുള്ള ഒരു വരി അദ്ദേഹം പാടുന്നു. ഫയുറദ്ദിദുഹുൽ ദാരിസൂൻ, പഠിതാക്കൾ എന്ത് ചെയ്യുന്നു, അത് ആവർത്തിക്കുന്നു. അതിനുശേഷം യുഖദ്ദിമുൽ മുദർരിസു അൽ മൻലൂമ, അധ്യാപകൻ എന്ത് ചെയ്യുന്നു, പദ്യത്തെ അവതരിപ്പിക്കുന്നു. കനശീദത്തിൻ ഈമാഇയ, ഒരു ആംഗ്യപ്പാട്ട് പോലെ. ഫദ്ദാരിസൂന യുമസ്സിലൂന മഅഹു, കുട്ടികളും അതേപോലെ എന്ത് ചെയ്യുന്നു, അനുകരിക്കുന്നു. വയുൻഷിദൂന, അങ്ങനെ എന്ത് ചെയ്യുന്നു, അധ്യാപകൻ ആംഗ്യപ്പാട്ട് പോലെ അത് പാടുന്നു, അതേപോലെ തന്നെ കുട്ടികളും എന്ത് ചെയ്യുന്നു, അനുകരിച്ചു കൊണ്ട് പാടുന്നു. പിന്നീട് അധ്യാപകൻ എന്ത് ചെയ്യുന്നു, യുഫറിഖുൽ മുദർരിസു അദ്ദാരിസീന ഫരീഖൈൻ, അധ്യാപകൻ പഠിതാക്കളെ രണ്ട് ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നു. യത്ലുബു മിനൽ ഫരീഖിൽ അവൽ, ഒന്നാമത്തെ ഗ്രൂപ്പിൽ നിന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു, ബിൻഷാദിൽ മൻലൂമി, പദ്യം ആലപിക്കാൻ. വമിനൽ ഫരീഖിൽ ആഖർ അയുമസ്സിലു ബിൽ ഈമായി ഹസ്ബ ഇൻഷാദിൽ ഫരീഖിൽ അവൽ, ഒന്നാമത്തെ ടീം പാടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ ടീം എന്ത് ചെയ്യുന്നു, അതിന് ആംഗ്യം കാണിക്കുന്നു. അപ്പോൾ ഈ രൂപത്തിലൊക്കെയാണ് ഒരു പദ്യം പഠിപ്പിക്കേണ്ട സ്റ്റെപ്പുകളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ചോദ്യത്തിലേക്ക് വരികയാണ് എങ്കിൽ ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഏതാണ്? ഒരു പദ്യം അവതരിപ്പിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഓപ്ഷൻ എ ആണല്ലേ, യുസ്മഉൽ മുദർരിസു ബിനഫ്സിഹി, അധ്യാപകൻ സ്വയം എന്ത് ചെയ്യുന്നു, അത് കേൾപ്പിക്കുന്നു എന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്നമ തതഹഖഖു അന്നവാതിജു തഅലീമിയ ബിമുജറദി തസ്വീദി ദാരിസീന ബിഡാഷ് അദ്ദിറാസിയത്തിൽ കാഫിയ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലേണിംഗ് ഔട്ട്കം സാക്ഷാത്കരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് മതിയായ എന്ത് പഠനം നൽകിക്കൊണ്ടാണ്? ഇന്നമ തതഹഖഖു അന്നവാതിജു തഅലീമിയ, ലേണിംഗ് ഔട്ട്കം സാക്ഷാത്കരിക്കുന്നത് ബിമുജറദി തസ്വീദി ദാരിസീന ബി ഡാഷ് അദ്ദിറാസിയത്തിൽ കാഫിയ, മതിയായ രൂപത്തിൽ അവർക്ക് എന്ത് തരം പഠനം നൽകിക്കൊണ്ടാണ്? ഓപ്ഷൻ എ അത്തനാകുഷ്, തനാകുഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്കഷൻ. ഓപ്ഷൻ ബി അത്തഫാഉൽ, ഇൻട്രാക്ഷൻ. ഓപ്ഷൻ സി തബാദുൽ, ഷെയറിംഗ്. ഓപ്ഷൻ ഡി അത്തജാറുബ്, തജാറുബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പീരിയൻസ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. വിദ്യാർത്ഥികൾക്ക് മതിയായ രൂപത്തിലുള്ള പഠനാനുഭവങ്ങൾ നൽകിക്കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? അവർക്ക് ലേണിംഗ് ഔട്ട്കം സാക്ഷാത്കരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടത്ര എന്ത് ചെയ്യണം? പഠനാനുഭവങ്ങൾ നൽകണം. അടുത്ത ക്വസ്റ്റ്യൻ, ലൈസ മിൻ അഗ്റാദി അദ്ദിറാസത്തിൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷ പഠിക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ അറബി ഭാഷ പഠനത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ അൽ മഖ്ദറത്തു അല തദവുക്കി അൽ അദബിൽ അറബി, അറബി സാഹിത്യത്തെ നല്ലതുപോലെ ആസ്വദിക്കാനുള്ള സ്കില്ലുണ്ടാക്കിയെടുക്കുക. അത് അറബി ഭാഷ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ലക്ഷ്യത്തിൽ പെട്ടതാണ് അല്ലേ? ഓപ്ഷൻ എ എന്താണ്?
അതിൻ്റെ ലക്ഷ്യത്തിൽ വരുന്നതാണ്. ഓപ്ഷൻ ബി അൽ മഖ്ദറത്തു അല ഫഹമി ലുഗത്തിൽ ഉമ്മ്, മാതൃഭാഷ മനസ്സിലാക്കാനുള്ള സ്കിൽ ഉണ്ടായിരിക്കുക. ഓപ്ഷൻ സി അൽ ഖുദ്റത്തു അല മഹാറാത്തിൽ അർബഅ, 4 സ്കിൽസിന് എന്ത് ചെയ്യുക, കരസ്ഥമാക്കുക. ഓപ്ഷൻ ഡി തർഗീബുദ്ദാരിസീന ഫിൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷ കുട്ടികൾക്ക് പ്രിയപ്പെട്ടതാക്കുക, അവർക്ക് ഇഷ്ടപ്പെട്ടതാക്കുക, അല്ലെങ്കിൽ അതിലേക്ക് അവരെന്ത് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ അറബി ഭാഷ പഠിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, അൽ മഖ്ദറ അല ഫഹ്മിൽ ലുഗത്തിൽ ഉമ്മ്, മാതൃഭാഷ മനസ്സിലാക്കാനുള്ള സ്കില്ല് ഉണ്ടാകുക എന്നുള്ളത് അറബി ഭാഷ പഠിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങളിൽ പെട്ടതല്ല. അപ്പോൾ ഇത്തരം ഒരു ചോദ്യം വരുന്ന സമയത്ത് അതിനുത്തരം എഴുതണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അഗ്റാദു ദിറാസത്തിൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷ പഠിക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇതിലാദ്യമായിട്ട് വരുന്നത് മഹാറത്തുൽ അർബഅ, 4 സ്കില്ലുകൾ എന്ത് ചെയ്യുക, കരസ്ഥമാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം 4 സ്കില്ലുകൾ എന്ന് പറയുന്നത് LSRW, അൽ ഇസ്തിമാ, തഹദ്ദുസ്, ഖിറാഅ, കിതാബ. ഈ 4 സ്കില്ലുകൾ എന്ത് ചെയ്യുക, കരസ്ഥമാക്കുക. അതുപോലെ കഫാഅത്തു ജംഉൽ മഅലൂമാത്തി ഫിൽ അറബിയ, അറബിയിൽ ഇൻഫർമേഷൻസ് എല്ലാം കലക്ട് ചെയ്യാൻ സാധിക്കുക, അറബിയിൽ ഇൻഫർമേഷനുകളെല്ലാം കലക്ട് ചെയ്യുവാൻ സാധിക്കുക. അടുത്തത് അൽ മഖ്ദറ അല തദവുക്കിൽ അദബിൽ അറബി, ഇത് നമ്മുടെ ഓപ്ഷനിൽ വന്നതായിരുന്നു. അറബി സാഹിത്യം നല്ലതുപോലെ ആസ്വദിക്കുവാൻ സാധിക്കുക. അടുത്തത് അൽ അമാലുൽ ഇബ്ദാഇയ ഫിൽ അറബിയ, അറബിയിൽ ക്രിയേറ്റീവായ വർക്കുകൾ ചെയ്യാൻ സാധിക്കുക, അറബിയിൽ ക്രിയേറ്റീവായിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ സാധിക്കുക. അടുത്തത് മലക്കത്തു തർജുമ, ട്രാൻസ്ലേഷൻ സ്കില്ലുണ്ടാവുക, ട്രാൻസ്ലേഷൻ സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക. അടുത്തത് തർഗീബുദ്ദാരിസീന ഫിൽ അറബിയ, ഇത് നമ്മുടെ ഓപ്ഷനിൽ വന്നതായിരുന്നു. അറബി ഭാഷയോട് കുട്ടികൾക്ക് എന്ത് ചെയ്യുക, താല്പര്യം ഉണ്ടാക്കുക, അറബി ഭാഷയോട് കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാക്കുക. അതേപോലെ തന്നെ മാരിഫത്തു തുറാസി സഖാഫി ഫിൽ അറബിയ, അറബി സാഹിത്യത്തിൻ്റെ പൈതൃകം മനസ്സിലാക്കുക, അറബി സാഹിത്യത്തിൻ്റെ പൈതൃകം മനസ്സിലാക്കുക. അടുത്തത് ഇസ്തിഹ്സാൻ അൽ അമാലുൽ അദബിയ അൽ അറബിയ, അറബി സാഹിത്യ വർക്കുകൾ നന്നാക്കുവാൻ സാധിക്കുക, അറബി സാഹിത്യ വർക്കുകളൊക്കെ എന്ത് ചെയ്യുക, നന്നാക്കുവാൻ സാധിക്കുക. അടുത്തത് തസ്ലീഹുദ്ദാരിസീന ബിൽ മഹാറാത്തിൽ ലുഗവിയ ഫി മജാലാത്തിൽ അമാൽ, ലാംഗ്വേജ് സ്കില്ലുകളെ പ്രൊഫഷണൽ മേഖലയിൽ ഒരു ഉപകരണമാക്കാൻ സാധിക്കുക, ലാംഗ്വേജ് സ്കില്ലുകളൊക്കെ എന്ത് ചെയ്യാം, കുട്ടികളുടെ പ്രൊഫഷണൽ മേഖലയിൽ അവർക്കതൊരു നല്ലൊരു സ്കില്ലാക്കി മാറ്റിയെടുക്കാൻ എന്ത് ചെയ്യുക, സാധിക്കുക. അപ്പോൾ ഇതെല്ലാം തന്നെ എന്താണ്, അറബി ഭാഷ പഠിക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു എക്സാം വരികയാണെങ്കിൽ ഇതിൽ മറ്റു ചില കാര്യങ്ങളായിരിക്കും ഓപ്ഷനുകളായിട്ട് വരിക. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ലിമാദ തുസ്തഖ്ദിമു വറക്കത്തുൽ അമൽ ഫിദ്ദിറാസ, എന്തിനാണ് വറക്കത്തുൽ അമൽ പഠന പ്രോസസ്സിൽ ഉപയോഗിക്കുന്നത്? എന്താണ് ഈ വറക്കത്തുൽ അമൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വറക്കത്തുൽ അമൽ എന്ന് പറഞ്ഞാൽ വർക്ക് ഷീറ്റ്, വർക്ക് ഷീറ്റുകൾ പഠന പ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഓപ്ഷൻ എ ലിൽ അൻഷിദത്തി ദിറാസിയ, ലേണിംഗ് ആക്ടിവിറ്റീസ് ചെയ്യാൻ. ഓപ്ഷൻ ബി ലി തസ്ജീലിൽ അർക്കാം, മാർക്ക് റെക്കോർഡ് ചെയ്യാൻ. ഓപ്ഷൻ സി ലി തസ്ജീലി അൽ ഹിദായി ഫിൽ മദ്രസ, സ്കൂളിലെ മീൽ സിസ്റ്റം റെക്കോർഡ് ചെയ്യാൻ, സ്കൂളിലെ ഉച്ചക്കഞ്ഞി പോലെയുള്ള അത്തരം കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ. ഓപ്ഷൻ ഡി ലി തദ്വീനി അസ്മാഇ ദാരിസീനൽ മുത്തഫവ്വിഖീൻ, മുത്തഫവ്വിഖീനായിട്ടുള്ള വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് വിദ്യാർത്ഥികൾ അല്ലേ. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് വിദ്യാർത്ഥികളുടെ പേരുകൾ ക്രോഡീകരിക്കാൻ. ഏതാണ് കറക്റ്റ് ആൻസർ? നമ്മുടെ പഠനത്തിൽ വർക്ക് ഷീറ്റുകൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അതായത്
ലിൽ അൻഷിതത്തി ദിറാസിയ, ലേണിംഗ് ആക്ടിവിറ്റീസ് ചെയ്യാനാണ് വർക്ക് ഷീറ്റുകൾ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, യൽസമു അലൽ മുദർരിസി മഅരിഫത്തു ഖൽഫിയത്തി ദാരിസീന അൽ ഫർദിയ വൽ ആയിലിയ അൻ ത്വരീഖി മാ യലി. അതെ, കുട്ടികളുടെ പേഴ്സണലായിട്ടും അവരുടെ ഫാമിലി പരവുമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് അറിയുക എന്നുള്ളത് ഒരു അധ്യാപകൻ്റെ മേൽ നിർബന്ധമാണ്. താഴെ കൊടുത്ത ഏത് മാർഗത്തിലൂടെയാണ് അധ്യാപകന് ഇത് അറിയാൻ സാധിക്കുക? മഅരിഫത്ത് ഖൽഫിയത്തി ദാരിസീന അൽ ഫർദിയ, വിദ്യാർത്ഥികളുടെ പേഴ്സണലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും അതേപോലെ തന്നെ അവരുടെ ഫാമിലി പരമായിട്ടുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ അറിയുക എന്നുള്ളത് ഒരു അധ്യാപകൻ്റെ മേലെന്താണ് നിർബന്ധമാണ്. അത് അധ്യാപകന് ഏത് ത്വരീഖിലൂടെയാണ് അറിയുവാൻ സാധിക്കുക? ഓപ്ഷൻ എ സിയാറത്തുൽ ബുയൂത്ത്, ഹോം വിസിറ്റ്സ്, അല്ലേ, വിദ്യാർത്ഥികളുടെ വീടുകളെല്ലാം സന്ദർശിച്ചുകൊണ്ട് അതറിയാൻ സാധിക്കുന്നു. ഓപ്ഷൻ ബി അത്തവാസുൽ മഅൽ ഔസിയ, ഔസിയ എന്ന് പറഞ്ഞാൽ പാരൻസിനെ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടും അധ്യാപകന് അറിയാൻ സാധിക്കും. ഓപ്ഷൻ സി മുലാഹലത്തു ദാരിസീന അൽ മുസ്തമിറ, കുട്ടികളെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്തുകൊണ്ടും അറിയാൻ സാധിക്കും. അതുകൊണ്ട് ഓപ്ഷൻ ഡി കുല്ലുമാ സബക സഹീഹുൻ, മുകളിൽ കൊടുത്തത് മുഴുവനും ശരിയാണ്. ഈ 3 മാർഗങ്ങളിലൂടെ അധ്യാപകൻ എന്ത് ചെയ്യാൻ പറ്റും? വിദ്യാർത്ഥിയുടെ പേഴ്സണലായിട്ടും അവരുടെ ഫാമിലി പരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് അറിയാൻ സാധിക്കും. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അരിബ് തീമാറ്റിക് എഡിറ്റിംഗ്. തീമാറ്റിക് എഡിറ്റിംഗ് എന്നതിൻ്റെ അറബി എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അത്തഹരീറു തർക്കീബി, ഓപ്ഷൻ ബി അത്തഹരീറുൽ മബ്ഹസി, ഓപ്ഷൻ സി അത്തഹരീറുൽ ആജുർമി, ഓപ്ഷൻ ഡി അത്തഹരീറു തർക്കീമി. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അത്തഹരീറു തർക്കീബി എന്ന് പറഞ്ഞാൽ സിൻറ്റാറ്റിക് എഡിറ്റിംഗ്, അത്തഹരീറുൽ മബ്ഹസി ആണ് തീമാറ്റിക് എഡിറ്റിംഗ്. അത്തഹരീറുൽ ആജുർമി, തഹരീറുൽ ആജുർമി എന്ന് പറഞ്ഞാൽ മോർഫോളജിക്കൽ എഡിറ്റിംഗ്. അത്തഹരീറുൽ തർക്കീമി, അല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേര് കൂടെ ഉണ്ട്, അത്തഹജ്ജി. അത്തഹരീറു തഹജ്ജി അല്ലെങ്കിൽ അത്തഹരീറു തർക്കീമി എന്ന് പറഞ്ഞാൽ സ്പെല്ലിംഗ് എഡിറ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഖ്തർ അഷാദ് മിനൽ ആത്തിയ, താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് ഒറ്റപ്പെട്ടത് എഴുതുക. ഓപ്ഷൻ എ തക്വീമുൽ ഫസ്ലി, തക്വീമുൽ ഫസ്ലി എന്ന് പറഞ്ഞാൽ ടേം ഇവാലുവേഷൻ. ഓപ്ഷൻ ബി തക്വീമുൽ ഹിജരി, ഓപ്ഷൻ സി തക്വീമുൽ മുസ്തമിർ കണ്ടിന്യൂസ് ഇവാലുവേഷൻ, ഓപ്ഷൻ ഡി തക്വീം മുസ്തമിർ മുസ്തവിബ് എന്ന് പറഞ്ഞാൽ CCE കോംപ്രിഹെൻസീവ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ. മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെടാത്തൊരു തക്വീം ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. അതേതാണ്? തക്വീമു ഹിജിരി, അല്ലേ? തക്വീമു ഹിജിരി എന്ന് പറഞ്ഞാൽ ഹിജറ കലണ്ടറാണ്, അത് ഇവാലുവേഷനുമായിട്ട് ബന്ധമില്ല. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഉക്തുബ് അൽ-ലഫ്ളു ലായിഖ് ലി മെൻഡി ഫിൽ അറബിയ, മെൻഡി എന്നതിന് അറബിയിൽ പ്രയോഗിക്കുന്ന പദം എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. മെൻഡി, നമുക്ക് ഓപ്ഷനുകൾ വായിക്കാം. മുവജ്ജിഹ്, ഓപ്ഷൻ ബി മൂജിഹ്, ഓപ്ഷൻ സി മുവജ്ജഹ്, ഓപ്ഷൻ ഡി മൂജഹ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, മുവജ്ജഹ്. മുവജ്ജഹ് എന്ന് പറഞ്ഞാൽ മെൻഡി, മെൻഡി എന്ന് പറഞ്ഞാൽ ആരാണ്? വിദ്യാർത്ഥിയാണ്. അപ്പോൾ മെൻറ്റർക്ക് എന്താണ് പറയുക? മെൻറ്റർക്ക് പറയുന്ന പേരാണ് മുവജ്ജിഹ്. മെൻറ്റർക്ക് പറയുന്ന പേരാണ് മുവജ്ജിഹ്, മെൻഡിക്ക് പറയുന്ന പേരാണ് മുവജ്ജഹ്. ഇത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. മെൻറ്റർ എന്ന് പറഞ്ഞാൽ അധ്യാപകനാണ്, അല്ലേ? മെൻറ്റർ അധ്യാപകനാണ്. അൽ മുഅല്ലിമു മുവജ്ജിഹുൻ, അധ്യാപകൻ ആരാണ്? ഒരു മെൻറ്ററാണ്, മുവജ്ജിഹാണ്. എന്നാൽ വിദ്യാർത്ഥിയോ മുവജ്ജഹാണ്, മുവജ്ജഹാണ്, അല്ലേ? വിദ്യാർത്ഥി മുവജ്ജഹാണ്. അപ്പോൾ ഇവിടെ മെൻഡി എന്നതിന് അനുയോജ്യമായിട്ടുള്ള പദം ഓപ്ഷൻ സി മുവജ്ജഹ് എന്നുള്ളതാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇഖ്തർ അഷാദ് മിനൽ ആത്തിയ, താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് ഒറ്റപ്പെട്ടു വന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ മഹാറത്തു തവാസുൽ,
മഹാറത്തു തവാസുൽ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഓപ്ഷൻ ബി തഗല്ലുബ് അലൽ ആത്തിഫ. തഗല്ലുബ് അലൽ ആത്തിഫ എന്ന് പറഞ്ഞാൽ ഇമോഷൻ കൺട്രോൾ ചെയ്യുക. ഇമോഷൻ എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക. ഓപ്ഷൻ സി തഫ്കീറുൽ ഇന്തിഖാദി, ക്രിട്ടിസൈസ് തിങ്കിങ്, വിമർശനാത്മക ചിന്ത. ഓപ്ഷൻ ഡി സിബാഹത്തു ഫിൽമാ. സിബാഹത്തു ഫിൽമാ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വിമ്മിങ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുവാൻ പറ്റൂലേ? ഇവിടെ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ 3 ഓപ്ഷനുകളും ഒരാളുടെ ലൈഫ് സ്കിൽസുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ സിബാഹത്തു ഫിൽമാ എന്നുള്ളത് അത് എന്തല്ല, ഈ ലൈഫ് സ്കില്ലുമായി ബന്ധപ്പെട്ടതല്ല. പ്രധാനപ്പെട്ട 10 ലൈഫ് സ്കിൽസുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഏതെല്ലാമാണ് എന്ന് ജസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. കാരണം ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വരികയാണ് എങ്കിൽ ഓപ്ഷനിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്തുവാൻ ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിലൊന്ന് അൽ മാരിഫത്തു ദാത്തിയ. എന്താണ് മാരിഫത്തു ദാത്തിയ എന്ന് പറഞ്ഞാൽ? സെൽഫ് നോളജ്, സ്വന്തത്തെക്കുറിച്ചുള്ളൊരറിവ് അല്ലേ? അടുത്തത് അൽ മുവാസാത്ത്. അൽ മുവാസാത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് തോന്നുന്ന ഒരു അനുകമ്പ, എമ്പതി എന്ന് പറയാം, അനുകമ്പ. അടുത്തത് ഖുദ്റത്തു തവാസുൽ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അത് നമ്മുടെ ഓപ്ഷനിൽ വന്നിരുന്നു, കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അടുത്തത് അൽ അലാഖത്തു ബൈനൽ അഫ്രാദ്, ഇൻ്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ്, വ്യക്തിബന്ധം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം, ഇൻ്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ്. അതേപോലെ തന്നെ അൽ ഫിക്കറുൽ ബിനായി, ക്രിയേറ്റീവ് തോട്ട്സ്. അൽ ഫിക്കറുൽ ബിനായി എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് തോട്ട്സ്. അടുത്തത് അൽ ഫിക്കറുൽ ഇന്തിഖാദി, ഇത് നമ്മുടെ ഓപ്ഷനിൽ വന്നിരുന്നു, ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്. അടുത്തത് ഇത്തിഹാദുൽ ഖറാറാത്ത്. ഇത്തിഹാദുൽ ഖറാറാത്ത് എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ്, ഡിസിഷൻ മേക്കിംഗ്. അടുത്തത് ഹല്ലുൽ മഷാക്കിൽ, പ്രോബ്ലം സോൾവിങ്. അടുത്തത് അത്തവാസുനുൽ ആത്തിഫി, ഇമോഷൻ ബാലൻസ്, അത്തവാസുനുൽ ആത്തിഫി, ഇമോഷൻ ബാലൻസ്. അടുത്തത് ഇദാറത്തു തവാത്തുർ, ടെൻഷൻ മാനേജ്മെൻറ്റ്, ടെൻഷൻ മാനേജ്മെൻറ്റ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം എന്താണ്? ഒരു മനുഷ്യൻ്റെ ലൈഫ് സ്കില്ലിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക? നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസറായി വന്നത് എന്തായിരുന്നു? ഓപ്ഷൻ ഡി സിബാഹത്തു ഫിൽമാ എന്നുള്ളതാണ്. ഇതോടുകൂടെ ഈ ചോദ്യപേപ്പറിലുള്ള അറബിക് പെഡഗോഗി ചോദ്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി. ബാറക്കല്ലാഹു ഫീക്കും ജമീഅൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.